ഗ്ലാസ് ഡോറിൽ ആ നിഴലനങ്ങി. മുംബൈ രാത്രിയുടെ ഇരുട്ടിൽ ആ രൂപം കൂടുതൽ വ്യക്തമായി. കറുത്ത സ്യൂട്ട്, മുഖം പകുതി മറച്ചിരിക്കുന്നു. കയ്യിൽ എന്തോ തിളങ്ങുന്നുണ്ട്, ഗണ്ണിൻ്റെ ലോഹം പോലെ. അഗ്നിയുടെ ശരീരം മുഴുവൻ മുറുകി. കണ്ണിൽ അഗ്നി കത്തി. നച്ചു അവൻ്റെ പിന്നിൽ വിറച്ചു നിന്നു. ദേവേട്ട, ആരാ അത്? അവർക്കെന്താ വേണ്ടത്? അവളുടെ ശബ്ദം പതിഞ്ഞു. അഗ്നി ഒരു കൈകൊണ്ട് അവളെ പിന്നിലേക്ക് തള്ളി. നച്ചു, നീ ബെഡ്റൂമിലേക്ക് പോ. ഡോർ ലോക്കേ, വേഗം. വേണ്ട ദേവേട്ട, ഞാൻ പോകില്ല. ദേവേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. മരിച്ചാലും നമ്മൾ ഒരുമിച്ച്. അവളുടെ കണ്ണിൽ പേടിയുണ്ടെങ്കിലും വാക്കുകൾ ഉറച്ചതായിരുന്നു. എന്തു വന്നാലും അവൾ അഗ്നിയെ വിട്ടു പോകില്ല. പുറത്തു നിന്നവൻ ഗ്ലാസിൽ തട്ടി. ഓരോ തട്ടലിലും നച്ചുവിൻ്റെ ഹൃദയം നിലയ്ക്കുന്ന പോലെ. അഗ്നി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വച്ചു. ആരാടാ നീ? നിനക്കെന്ത് വേണം? ധൈര്യം ഉണ്ടെങ്കിൽ ഡോർ തുറന്ന് അകത്തേക്ക് വാടാ. എൻ്റെ നച്ചുവിൻ്റെ മുന്നിൽ വെച്ച് നിന്റെ കഥ ഞാൻ തീർക്കും. നിഴൽ ചിരിച്ചു. പതിഞ്ഞ ചിരി, പിന്നെ പതിഞ്ഞൊരു ശബ്ദം. അതൊരാണിൻ്റെ ശബ്ദം, ഗൗരവം നിറഞ്ഞ ശബ്ദം. അഗ്നിദേവ് റായ്ചന്ദ്, എത്ര നാളായി ഞാൻ നിന്നെ കാണാൻ കൊതിക്കുന്നു. നിന്റെ അഹങ്കാരം തകർക്കാൻ, നിന്റെ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ, നിന്റെ പെണ്ണിനെ കട്ടെടുക്കാൻ. നച്ചു ഞെട്ടി. ഒരാൾ അഗ്നിയുടെ പേര് ചൊല്ലി വിളിക്കുന്നു. അതവൾ ആദ്യമായാണ് കേൾക്കുന്നത്. അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു. ആരാ നീ? നീ നിന്റെ മുഖം കാണിക്കേ. നീ മറഞ്ഞിരുന്നെന്തിനാ കുരയ്ക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ നേരെ എൻ്റെ മുന്നിലേക്ക് വാ. പുറത്തു നിന്നവൻ വീണ്ടും ചിരിച്ചു. ധൈര്യം? അഗ്നിദേവ്, നിനക്കെന്നെ അറിയില്ലേ? ദുബായിൽ വെച്ച് 3 വർഷം മുൻപ് ആ ഡീൽ, എൻ്റെ സ്വപ്നമായ ആ പ്രൊജക്റ്റ് നീ തട്ടിയെടുത്തത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ പാപ്പരായിപ്പോയത്, എൻ്റെ കമ്പനി നീ തകർത്തത് ഒന്നും ഓർമ്മയില്ലേ നിനക്ക്? ഇന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു, എല്ലാം തിരിച്ചു പിടിക്കാൻ ഉറച്ചു തന്നെ. അഗ്നിയുടെ മുഖം മാറി. കണ്ണിൽ ഒരു നിമിഷം ഭൂതകാലം മിന്നി. 3 വർഷം മുൻപ് ദുബൈയിൽ റിയൽ എസ്റ്റേറ്റ് ഡീൽ, $1 ബില്യൺ പ്രോജക്റ്റ്. തൻ്റെ ബുദ്ധി കൊണ്ട് ആ ഡീൽ നേടി. എതിരാളി വിക്രന്ത് മേത്ത, മേത്ത ഗ്രൂപ്പിൻ്റെ CEO. ഡീൽ നഷ്ടപ്പെട്ട് സ്റ്റോക്ക് ക്രാഷായി. അന്നവൻ അപ്രത്യക്ഷനായി. ഇപ്പോൾ അത് നീയാണോ വിക്രന്ത്? അഗ്നി പതിയെ ചോദിച്ചു. ശബ്ദത്തിൽ തണുപ്പ് നിറഞ്ഞു. പുറത്തു നിന്നവൻ മാസ്ക് ഊരി. മുഖം തെളിഞ്ഞു. ഒരു 35 വയസ്സ്. കണ്ണിൽ പകയെരിയുന്നു. താടിയിൽ നര കയറി തുടങ്ങിയിട്ടുണ്ട്. കയ്യിൽ സൈലൻസർ വെച്ച ഗൺ. അതേ അഗ്നി, ഞാൻ തന്നെ, വിക്രന്ത് മേത്ത. നീ നശിപ്പിച്ച എൻ്റെ ജീവിതം ഞാൻ തിരിച്ചു പിടിക്കാൻ വന്നിരിക്കുന്നു. നിന്റെ ബിസിനസ്, നിന്റെ പേര്, നിന്റെ പെണ്ണ്, എല്ലാം ഞാൻ സ്വന്തമാക്കും. നച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ അഗ്നിയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ദേവേട്ട, അവൻ എന്താ പറയുന്നേ? അഗ്നി തിരിഞ്ഞ് അവളെ നോക്കി. ഒരു കൈകൊണ്ട് അവളുടെ കവളിൽ തൊട്ടു. നച്ചു, പേടിക്കണ്ട. അവൻ വെറുതെ പറയുന്നതാണ്. എൻ്റെ ബിസിനസ് ഞാൻ നേടിയതാണ്, വളരെ കഷ്ടപ്പെട്ട്. അല്ലാതെ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. നീ എൻ്റെ ജീവനാണ്. നിന്നെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവൻ തിരിഞ്ഞ് വിക്രന്തിനെ നോക്കി. വിക്രന്ത്, നിന്റെ കമ്പനി പൊളിഞ്ഞത് നിന്റെ കഴിവുകേട് കൊണ്ടാണ്. ഞാൻ ഡീൽ നേടി. അതിന് പ്രതികാരവുമായി നീ എൻ്റെ വീട്ടിൽ, എൻ്റെ പെണ്ണിൻ്റെ മുന്നിൽ ഗണ്ണുമായി വന്ന ഇന്ന് ഈ രാത്രി നീയും നിന്റെ ഓർമ്മകളും ഈ മുംബൈ കടലിൽ താഴും. മനസ്സിലായോ? വിക്രന്ത് ചിരിച്ചു. ഭ്രാന്തമായ ചിരി. അഗ്നി, നീ ഇപ്പോഴും പഴയ അതേ അഗ്നി തന്നെ. അഹങ്കാരം, ധൈര്യം. പക്ഷേ ഇന്ന് നീ തോൽക്കും അഗ്നി. കാരണം ഇന്ന് നിന്റെ വീക്ക്നെസ് എൻ്റെ കൺമുന്നിലുണ്ട്. അവൻ ഗൺ നച്ചുവിന് നേരെ ചൂണ്ടി. ഈ പെണ്ണ്, നിന്റെ ജീവൻ. ഇവൾ മരിച്ചാ നീയും മരിക്കും. എനിക്കത് മതി, അതുമാത്രം മതി. അഗ്നി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വച്ചു. നീ അവളെ തൊട്ടാ നിന്റെ ശരീരം കഷ്ണം കഷ്ണമാക്കി
കടലിലെറിയും. അഗ്നിദേവിൻ്റെ പെണ്ണിനെ തൊട്ടാ നിന്റെ മരണമാണ്. വിക്രാന്ത് ഗണ്ണിൻ്റെ പാത്തി കൊണ്ട് ഗ്ലാസ്സിൽ ആഞ്ഞടിച്ചു. വലിയ ശബ്ദത്തോടെ ഗ്ലാസ്സിൽ വിള്ളൽ വീണു. വീണ്ടും ഒരടി കൂടി. ഗ്ലാസ് പൊട്ടി വീണു. കാറ്റകത്തേക്ക് ആഞ്ഞു വീശുന്നു. മുംബൈയുടെ തണുപ്പ് അകത്തേക്ക് അരിച്ചു കയറി. നച്ചു നിലവിളിച്ചു പോയി. ദേവേട്ടാ! അഗ്നി തിരിഞ്ഞ് നച്ചുവിനെ എടുത്ത് ബെഡ്റൂമിലേക്ക് ഓടി. അവളെ വെച്ചൊരു ഭാഗ്യപരീക്ഷണത്തിന് അവൻ തയ്യാറായിരുന്നില്ല. അവളെ റൂമിലാക്കി ഡോർ അടച്ചു ലോക്ക് ചെയ്തു. നച്ചു, ബി കെയർഫുൾ. കബോർഡിൻ്റെ പിന്നിൽ പോയി നിൽക്ക്. അവിടെ നനങ്ങരുത്. ഞാൻ പറയാതെ പുറത്തേക്ക് വരരുത്. ഇല്ല ദേവേട്ടാ, ഞാൻ ദേവേട്ടനെ വിട്ടു പോകില്ല. പ്ലീസ് തുറക്ക് ദേവേട്ടാ. നച്ചു, നീ സേഫായിരിക്കണം. എനിക്ക് വേണ്ടി പ്ലീസ്. എൻ്റെ പൊന്നല്ലേ, ഇറങ്ങി വരല്ലേടാ. അവൻ്റെ കണ്ണിൽ അപേക്ഷാഭാവം നിറഞ്ഞു. ആ കണ്ണ് കണ്ട് നച്ചു തലയാട്ടി. ശരി ദേവേട്ടാ, പക്ഷേ എൻ്റെ ദേവേട്ടനൊന്നും സംഭവിക്കരുത്. നിങ്ങളില്ലാതെ ഞാനില്ല ദേവേട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് ഡോറിൽ ചാരി. അഗ്നി പെട്ടെന്ന് ഡോർ തുറന്നു. അവളുടെ കണ്ണീർ അവനെ തളർത്തു. അവൻ പെട്ടെന്ന് അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അഗ്നി അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു. ഒന്നും സംഭവിക്കില്ല നച്ചു. നിന്റെ ദേവേട്ടൻ തിരിച്ചു വരും. വാക്ക്. പെട്ടെന്നവൻ ബെഡ്റൂം ഡോർ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി. ഹാളിൽ ഗ്ലാസ് ഡോർ പൊട്ടി വീണ് കിടക്കുന്നു. കാറ്റകത്തേക്ക് ആഞ്ഞു വീശുന്നു. വിക്രാന്ത് അകത്ത് കയറി ഗൺ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. അവൻ്റെ കണ്ണിൽ അഗ്നിയെ കൊല്ലാനുള്ള വെറി. അഗ്നി, നിന്റെ പെണ്ണെവിടെ? നീ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചോ? അപ്പോൾ മുംബൈ ഡെവിൾ പേടിച്ചോ? അവൻ ചിരിച്ചു, ഒരു ഭ്രാന്തനെ പോലെ. അഗ്നി നിന്നു. അവൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, വെറും കൈ. പക്ഷെ ആ നിൽപ്പ് കണ്ട ആരും ഒന്ന് വിറയ്ക്കും. വിക്രാന്ത്, നീ ഒരു തെറ്റ് ചെയ്തു. എൻ്റെ വീട്ടിൽ എൻ്റെ പെണ്ണിൻ്റെ മുന്നിൽ കയറി വന്നു, അതും ഞങ്ങളുടെ പ്രണയ നിമിഷത്തിൽ. ഇനി നീ ജീവനോടെ തിരിച്ചു പോകില്ല. അവൻ പതിയെ അവൻ്റെ നേരെ നടന്നു. ഓരോ സ്റ്റെപ്പ് പതിയെ. വിക്രാന്ത് ഗൺ ചൂണ്ടി. നിൽക്ക്. ഇനി നീ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ചാ ഞാൻ ഫയർ ചെയ്യും. നിന്റെ തല ഞാൻ തകർക്കും. അഗ്നി നിന്നു. ഉറക്ക ചിരിച്ചു. ഫയർ ചെയ് വിക്രാന്ത്. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, എൻ്റെ ശരീരം എവിടെ വീണാലും എൻ്റെ ആളുകൾ നിന്നെ വെറുതെ വിടില്ല. നിന്റെ കുടുംബം, നിന്റെ അവസാന തലമുറ വരെ ഞങ്ങൾ തേടി പിടിക്കും. അറിയാലോ ഞങ്ങളെ. പെട്ടെന്ന് റൂമിൻ്റെ ഡോർ തുറന്ന് വിക്രം ഓടി വന്നു. ബോസ്! താഴെ നിന്ന് സെക്യൂരിറ്റി ഓടി വരുന്നു. അവൻ ഗൺ ചൂണ്ടിയതും വിക്രാന്ത് തിരിഞ്ഞ് വിക്രമിൻ്റെ നേരെ ഫയർ ചെയ്തു. സൈലൻസർ കാരണം പതിഞ്ഞ ശബ്ദം. പക്ഷേ വിക്രമിൻ്റെ തോളിൽ ബുള്ളറ്റ് തറച്ചു. അവൻ നിലത്തേക്ക് വീണു. ബോസ്, അവളെ കൊണ്ട് പോ ബോസ്! അവൻ നിലത്ത് കിടന്നലറി. അഗ്നിയുടെ കണ്ണിൽ ചോര കയറി. വിക്രം! അവൻ ഒറ്റ ചാട്ടത്തിന് വിക്രാന്തിൻ്റെ നേരെ പാഞ്ഞടിച്ചു. അവൻ അടുത്ത ഫയർ. ബുള്ളറ്റ് അഗ്നിയുടെ കാതിലുരസിപ്പോയി ചുവരിൽ തറച്ചു. അഗ്നി നിന്നില്ല. അവൻ കാറ്റായി. അവൻ വിക്രാന്തിൻ്റെ കയ്യിൽ പിടിച്ചു. ഗൺ തട്ടിപ്പറിച്ചു. അത് തെറിച്ച് ദൂരെ പോയി വീണു. ഇനി വെറും കൈയോടെ മുഖാമുഖം ഒരു സ്റ്റണ്ട്. അഗ്നിദേവ് വേഴ്സസ് വിക്രാന്ത് മേത്ത. വിക്രാന്ത് ഒട്ടും മോശമല്ല. അവൻ ജിം ബോഡിയാണ്. അവന് ബോക്സിംഗ് അറിയാം. അവൻ ആദ്യം ഒരു പഞ്ച് അഗ്നിയുടെ മുഖത്ത് കൊടുത്തു. അഗ്നിയുടെ ചുണ്ട് പൊട്ടി ചോര വന്നു. അവൻ രക്തം തുപ്പിക്കളഞ്ഞു. അവനെ നോക്കി ചിരിച്ചു. കൊള്ളാം, സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ എൻ്റെ നച്ചുവിനെ തൊടാൻ വന്ന നിന്റെ അവസാനം എൻ്റെ കൈകൊണ്ടാ വിക്രാന്ത്. അഗ്നി തിരിച്ചടിച്ച് ഒറ്റ പഞ്ച് വിക്രൻ്റെ വയറ്റിൽ തന്നെ. അവൻ കുനിഞ്ഞുപോയി. അടുത്തത് മുഖത്ത്. അവൻ നിലത്തേക്ക് വീണുപോയി. അവൻ്റെ മൂക്കിൽ നിന്നും രക്തം വന്നു. അഗ്നി അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചുയർത്തി. വിക്രാന്ത്, ഇതാണ് നിന്റെ അവസാനം. നീ എൻ്റെ പെണ്ണിനെ നോക്കിയതിന്, നീ എൻ്റെ വീട്ടിൽ കയറിയതിന്, നീ എൻ്റെ ആളെ ഷൂട്ട് ചെയ്തതിന് ഇതാണ് ശിക്ഷ. അവൻ കൈ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചു. പിന്നെ അവൻ്റെ തന്നെ ഗൺ കുനിഞ്ഞെടുത്തു. അപ്പോൾ ബെഡ്റൂം ഡോർ തുറന്ന് നച്ചു ഓടി വന്നു. ദേവേട്ടാ, വേണ്ട, കൊല്ലരുത് പ്ലീസ്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ പിടിച്ചു കെട്ടിയ പോലെ നിന്നു. നച്ചു, ഇവൻ നിന്നെ കൊല്ലാൻ വന്നവനാണ്. എന്നെ കൊല്ലാൻ വന്നവനാണ്. എന്നിട്ടും നീ? വേണ്ട ദേവേട്ടാ, അവൻ തെറ്റ് ചെയ്തു. ശരിയാ,
പക്ഷെ അതിന് പകരമായി ജീവൻ എടുക്കരുത് ദേവേട്ട. നമുക്കിവനെ പോലീസിലേൽപ്പിക്കാം. ഇവനെ നിയമം ശിക്ഷിക്കട്ടെ. നമ്മൾ അങ്ങനെ ആകരുത് ദേവേട്ട. അവളുടെ കണ്ണിൽ കണ്ണുനീരിൻ്റെ നനവ് കണ്ടതും അഗ്നിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അഗ്നി ഒരു നിമിഷം നിന്നു. പിന്നെ വിക്രാന്തിനെ ശക്തിയിൽ താഴേക്കിട്ടു. അവൻ ചുമച്ചുകൊണ്ട് നിലത്ത് കിടന്നു. അഗ്നി നച്ചുവിനെ നോക്കി. നിന്റെ നല്ല മനസ്സ്, അതാണ് ഇവൻ്റെ ജീവൻ തിരികെ കൊടുത്തത്. നച്ചു, നിന്റെ ഇഷ്ടം പോലെ. അവൻ വിക്രമിനെ നോക്കി. സെക്യൂരിറ്റി, ആദ്യം ആംബുലൻസ് വിളിക്ക്. വിക്രമിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം. പിന്നെ പോലീസിനെ വിളിക്ക്. ഇവനെ അറസ്റ്റ് ചെയ്യട്ടെ. അറ്റംപ്റ്റ് ടു മർഡർ ചാർജ് ചെയ്യട്ടെ. യെസ് ബോസ്. വിക്രാന്ത് നിലത്ത് കിടന്ന് ചിരിച്ചു. അഗ്നി, എപ്പോഴത്തേം പോലെ ഇന്നും നീ ജയിച്ചു. പക്ഷേ ഇത് അവസാനമല്ല അഗ്നി. ഞാൻ വരും, തിരിച്ചു വരും എന്നെങ്കിലും. അപ്പോ അവൻ വാക്ക് പൂർത്തിയാക്കിയിട്ടില്ല. അഗ്നി അവൻ്റെ മുഖത്ത് ചവിട്ടാൻ ആഞ്ഞു ചെന്നു. ദേവേട്ടാ! അവൾ അവൻ്റെ അരയിൽ കൈ ചുറ്റി തടഞ്ഞു. വിട്ടേക്ക് ദേവേട്ടാ. അവൻ തോറ്റതിലുള്ള വിഷമം കൊണ്ട് വെറുതെ പറയുന്നതാ. നമ്മൾ ജയിച്ചല്ലോ, അത് മതി. അപ്പോഴേക്കും പോലീസ് വന്നു. വിക്രാന്തിനെ കൊണ്ടുപോയി. അവൻ പോകുമ്പോൾ അഗ്നിയെ നോക്കി. ഇത് അവസാനമല്ല അഗ്നി. ഞാൻ വരും, തിരിച്ചു വരും. അഗ്നി ചിരിച്ചു. വെൽക്കം വിക്രാന്ത്. ഞാൻ വെയിറ്റ് ചെയ്യും. പക്ഷെ അടുത്ത തവണ നീ ജീവനോടെ തിരിച്ചു പോകില്ല. ആംബുലൻസ് വന്നു. വിക്രമിനെ കൊണ്ടുപോയി. കൂടെ കുറച്ച് സെക്യൂരിറ്റീസും പോയി. അഗ്നി തിരിഞ്ഞ് നച്ചുവിനെ നോക്കി. അവൾ ഒരു മൂലയിൽ വിറച്ചു നിൽക്കുന്നു. അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നച്ചു, എൻ്റെ കുഞ്ഞ, നീ പേടിക്കണ്ട. ഞാനുണ്ട് നിൻ്റൊപ്പം എപ്പോഴും. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. ദേവേട്ടാ, ഞാൻ പേടിച്ചു പോയി. ദേവേട്ടനെ എനിക്ക് നഷ്ടപ്പെടുമോന്ന്. അവൻ അവളുടെ തലയിൽ തലോടി. നച്ചു, കരയല്ലേ. നിന്നെ വിട്ട് ഞാൻ എവിടെയും പോകില്ല കുഞ്ഞാ. ഇത് അഗ്നിദേവ് റായ്ചന്ദ് നിനക്ക് തരുന്ന വാക്കാണ്. അവൻ അവളെ പൊക്കിയെടുത്തു. ബെഡ്റൂമിലേക്ക് നടന്നു. റൂമിൽ കയറി ഡോർ ചവിട്ടി അടച്ചു. അവളെ ബെഡിൽ കിടത്തി. അവളുടെ അരികിൽ കിടന്നു. അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. നച്ചു, ഉറങ്ങിക്കോട്ടോ. ഞാനുണ്ട് കൂടെ. എൻ്റെ ഒരു ശത്രുവും നിന്നെ തൊടില്ല. സ്വപ്നത്തിൽ പോലും അവരുടെ നിഴൽ നിന്നിൽ പതിയാൻ ഞാൻ അനുവദിക്കില്ല. അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ദേവേട്ട, എന്നെ വിട്ടു പോകരുത്, ഒരിക്കലും. അവൻ അവളുടെ കയ്യിൽ ഉമ്മ വച്ചു. ഇല്ല കുഞ്ഞാ, ഒരിക്കലുമില്ല. നീ എൻ്റെ ജീവനാണ്. ജീവൻ വിട്ട് ശരീരം പോകുമോ കുഞ്ഞാ? അവൻ അവളുടെ തല തൻ്റെ നെഞ്ചിലായി എടുത്തു വെച്ചു. അവളുടെ അരയിൽ കൈചുറ്റി തന്നിലേക്ക് അടക്കി പിടിച്ചു കിടന്നു. പുറത്ത് മുംബൈ നഗരമുറങ്ങി. കടൽ ശാന്തമായി. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി. ഉള്ളിൽ രണ്ടുപേർ ഒരു പുതപ്പിനടിയിൽ കൈകോർത്ത് കണ്ണടച്ച് സമാധാനമായി ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അഗ്നിയുടെ മനസ്സിൽ വിക്രാന്തിൻ്റെ വാക്കുകൾ, ഞാൻ തിരിച്ചു വരും, അതും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഈ യുദ്ധം ഇത് അവസാന യുദ്ധമല്ല, തുടക്കം മാത്രം. വലിയൊരു യുദ്ധത്തിൻ്റെ തുടക്കം. പക്ഷെ അഗ്നി, അവൻ റെഡിയാണ്. നച്ചുവിന് വേണ്ടി, അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. ആരെയും നേരിടും. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നു. മുംബൈ നഗരമുണർന്നു. സീഫേസ് വില്ലയിൽ സുമതിയമ്മ നേരത്തെ എഴുന്നേറ്റു. പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി. മീര വെപ്രാളത്തോടെ താഴേക്ക് ഓടി വന്നു. അമ്മ ന്യൂസ് കണ്ടോ? ടി വിയിൽ അഗ്നിയേട്ടൻ്റെ ന്യൂസ്. അവർ ഓടി ഹാളിലേക്ക് ചെന്നു. ടി വിയിൽ ബ്രേക്കിംഗ് ന്യൂസ്. മുംബൈ ബിസിനസ്മാൻ അഗ്നിദേവ് റായ്ചന്ദിൻ്റെ വീട്ടിൽ അർദ്ധരാത്രി ആക്രമണം. വിക്രാന്ത് മേത്ത അറസ്റ്റഡ്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ഗോയിങ്. സുമതിയമ്മയുടെ കൈവിറച്ചു. മോനെ, അഗ്നി! അവർ ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും അഗ്നി താഴേക്ക് വന്നു. ഷർട്ടിടാതെ കയ്യിൽ കോഫിയുമായി. മുഖത്ത് ഒരു ഭാവവുമില്ല. പതിവ് പോലെ ശാന്തം. പക്ഷെ കണ്ണിൽ ഇന്നലത്തെ തീ ഇപ്പോഴും അണയാതെ കത്തി നിൽക്കുന്നു. അമ്മ പേടിക്കണ്ട. ന്യൂസ് ഓഫ് ചെയ്. അവർ വെറുതെ പൊലിപ്പിച്ച് പറയുന്നയാ. ഒന്നുമല്ല. ബിസിനസ്സിൽ ഇതൊക്കെ സർവ്വസാധാരണമാ. അവൻ കോഫി കുടിച്ചുകൊണ്ട് സോഫയിലിരുന്നു. നച്ചു എവിടെ മോനെ? അവൾ റൂമിലാണമ്മേ. പാവം, ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. നല്ല ക്ഷീണം കാണും. അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞാൻ പോയി നോക്കാമേ. മീര ഓടി മുകളിലേക്ക് പോയി. അഗ്നി ഫോൺ എടുത്തു. വിക്രമിനെ വിളിച്ചു. വിക്രം, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ബോസ്. ബോസ് എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ഞാൻ കുറച്ച് വൈകി.
എന്താണ് വിക്രം ഇങ്ങനെയൊക്കെ? നീ എനിക്ക് എൻ്റെ സഹോദരനെ പോലെയല്ലേ? നന്നായി റെസ്റ്റ് എടുക്ക്. ഉടനെ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നീ വീട്ടിലേക്ക് പോയിക്കോ. ബെറ്ററായെന്ന് നിനക്ക് തോന്നിയാൽ മാത്രം വന്നാൽ മതി. അയ്യോ ബോസ്, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ വിക്രാന്തിനെ പറ്റി അന്വേഷിച്ചു. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നീ? എനിക്കവനെ വേണം ബോസ്. നമ്മുടെ നേരെ അങ്ങനെ ഒരുത്തൻ വന്നെങ്കിൽ അവൻ ഇനി വേണ്ട. വിക്രമിൻ്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞു. സ്റ്റാറ്റസ് എന്താ വിക്രം? ബോസ്, വിക്രാന്ത് ഇപ്പോൾ ജയിലിലാണ്. റിമാൻഡ് ചെയ്തു. ബെയിൽ കിട്ടില്ല. അറ്റംപ്റ്റ് ടു മർഡർ, ആംസ് ആക്ട് എല്ലാം ചാർജ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞത് 10 വർഷം അകത്ത് കിടക്കും. ഗുഡ്. പക്ഷേ വിക്രം, ഒരു കാര്യം, അവൻ്റെ ഫോൺ റെക്കോർഡ്സ്, കോൾ ലിസ്റ്റ്, ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ചെക്ക് ചെയ്യണം. അവൻ ഒറ്റയ്ക്കല്ല, പിന്നിൽ ആരോ ഉണ്ട്. അതാരാന്ന് കണ്ടുപിടിക്കണം. യെസ് ബോസ്, ഞാൻ ടീമിനെ വിട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനകം റിപ്പോർട്ട് തരാം. ഓക്കെ വിക്രം. അഗ്നി ഫോൺ വെച്ചു കണ്ണടച്ചിരുന്നു. മനസ്സിൽ വിക്രാന്ത് മാത്രം. അല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ ഉണ്ട്. വലിയൊരു ശക്തി. അവൻ ഒറ്റയ്ക്ക് ഇത്രയും ധൈര്യം കാണിക്കില്ല. എൻ്റെ വീട്ടിൽ കയറി വരാൻ മാത്രം, എൻ്റെ പെണ്ണിനെ തൊടാൻ മാത്രം. ആരാ അവനെ ഹെൽപ്പ് ചെയ്തത്? അവൻ്റെ ചിന്തകൾക്ക് ചൂട് പിടിച്ചു തുടങ്ങി. അപ്പോഴാണ് നച്ചു താഴേക്ക് വന്നത്. പിങ്ക് ചുരിദാർ, കുളിച്ച് മുടി അഴിച്ചിട്ടിരിക്കുന്നു. കണ്ണിൽ ഉറക്കം നിൽക്കുന്നുണ്ട്. മുഖത്ത് നല്ല ക്ഷീണം. പക്ഷെ അഗ്നിയെ കണ്ടതും അവൾ ചിരിച്ചു. ചെറിയൊരു ചിരി. ദേവേട്ടാ, ഗുഡ് മോർണിംഗ്. അവൾ വന്നവൻ്റെ അടുത്തിരുന്നു. അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. അഗ്നി അവളുടെ കൈ പിടിച്ചു. ഗുഡ് മോർണിംഗ് നച്ചൂട്ടാ. ഉറങ്ങിയോ? കുറച്ച്. പക്ഷേ എന്തൊക്കെയോ പേടിസ്വപ്നമൊക്കെ കണ്ടു. അവൻ ഇനിയും വരുമോ ദേവേട്ടാ? പേടിയോടെ അവൾ ചോദിച്ചു. അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. ഇല്ല നച്ചൂട്ടാ, ഇനി സ്വപ്നത്തിൽ പോലും അവൻ വരില്ല. ഞാനുണ്ട് നിന്റെ കാവൽക്കാരനായി എപ്പോഴും, കേട്ടോ? അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സുമതിയമ്മ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. മക്കളെ വാ, കഴിക്കാം. ഇന്നലെ ഒട്ടും കഴിച്ചില്ലല്ലോ, ശരീരം ക്ഷീണിക്കും. അഗ്നി പ്ലേറ്റ് എടുത്ത് നച്ചുവിന് വേണ്ടി 2 ദോശ എടുത്തു. വാ നച്ചു, കഴിക്ക്. എനിക്ക് വേണ്ട ദേവേട്ടാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നച്ചൂട്ടാ, എനിക്ക് വേണ്ടി പ്ലീസ് വാ. അവൾ തലയാട്ടി. അവൻ കൊടുത്തത് വാ തുറന്ന് വാങ്ങി കഴിച്ചു. അവളുടെ കണ്ണു നിറഞ്ഞു തുടങ്ങി. ഈ സ്നേഹം, ഈ കരുതൽ ദൈവം തന്ന അനുഗ്രഹമാണ് ദേവേട്ടൻ, അവൾ മനസ്സിൽ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അഗ്നി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. ബ്ലാക്ക് സ്യൂട്ട്, വൈറ്റ് ഷർട്ട്, കണ്ണിൽ കൂളേഴ്സ്, പതിവ് കിങ് ലുക്ക്. പക്ഷെ ഇന്ന് അവൻ കൂടുതൽ സ്ട്രിക്റ്റാണ്. നച്ചു, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. വിക്രം കൂടെ ഉണ്ടാകും. ഇന്ന് നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അമ്മയുടെ കൂടെ ഇരിക്ക്. മീരയുടെ കൂടെ എൻജോയ് ചെയ്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഒരു നിമിഷം കൊണ്ട് ഞാനെത്തും. അവൻ അവളുടെ കവിളിൽ കൈവച്ചു. ദേവേട്ടാ, ഞാനും വരട്ടെ കൂടെ ഓഫീസിൽ? ദേവേട്ടനെ വിട്ടു നിൽക്കാൻ എനിക്ക് പേടിയാ ദേവേട്ടാ. എന്തെങ്കിലും... അവളുടെ ശബ്ദം ഇടറിപ്പോയി. അഗ്നി ചിരിച്ചു. എൻ്റെ നച്ചു, എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ നീ വരുന്നെങ്കിൽ വാ, എൻ്റെ ക്യാബിനിലിരിക്കാം, എൻ്റെ മുന്നിൽ. അപ്പോൾ എനിക്കും സമാധാനമാകും. ശരി ദേവേട്ടാ, ഞാനിപ്പോൾ റെഡിയായി വരാം. അവൾ ഓടി റൂമിലേക്ക് പോയി. കാറിൽ അഗ്നിയും നച്ചുവും ഓഫീസിലേക്ക് പോകുന്നു. ഇന്ന് പിന്നിലാണ് ഇരുവരും. ഡ്രൈവർ പതിയെ കാർ ഓടിക്കുന്നു. 2 കാർ ഫുൾ സെക്യൂരിറ്റി. 1 കാർ മുന്നിലും 1 കാർ പിന്നിലും. അഗ്നിയുടെ കാർ നടുവിലാണ്. മുംബൈ റോഡിൽ ഒരു VIP യാത്ര പോലെ. അതെല്ലാവരും നോക്കി നിൽക്കുന്നു. ഓഫീസിലെത്തിയതും അവരെ കണ്ട് സ്റ്റാഫ് എല്ലാം എഴുന്നേറ്റ് നിന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. അഗ്നി തലയാട്ടിക്കൊണ്ട് നച്ചുവിൻ്റെ കൈ പിടിച്ച് തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അഗ്നി ചേറിലിരുന്നു. അവൻ്റെ മുന്നിൽ ഇരിക്കാൻ തുടങ്ങിയ നച്ചുവിനെ തൻ്റെ മടിയിൽ പിടിച്ചിരുത്തി. നച്ചു ഞെട്ടി നോക്കി. ഇവിടെ ഇരിക്കും നച്ചൂട്ടാ. ഷോ, ആരെങ്കിലും വന്നാലെന്താ? ഇവിടെ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് നോക്കിക്കോ. എന്നാലും എൻ്റെ കണ്ണ് മുഴുവൻ നിന്നിലായിരിക്കും. അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ആഞ്ഞൊന്ന് ശ്വസിച്ചു. അവൾ നാണത്തോടെ ചിരിച്ചു. ദേവേട്ടാ, ഞാനിങ്ങനെ ഇരുന്നാ ദേവേട്ടൻ്റെ വർക്ക് നടക്കില്ല. ഞാൻ അവിടെ ഇരിക്കാം. ദേവേട്ടൻ വർക്ക് ചെയ്, ഞാനേതെങ്കിലും ബുക്ക് വായിച്ചോളാം. എന്നാ പിന്നെ എനിക്കൊരു... അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലെത്തി നിന്നു.
ഈ ദേവേട്ടൻ്റെ ഒരു കാര്യം. അവൾ അവൻ്റെ മുഖം പിടിച്ച് അവൻ്റെ നെറ്റിയിൽ, കണ്ണുകളിൽ, മൂക്കിൻ തുമ്പിൽ, ഇരു കവിളുകളിൽ, അവൻ്റെ താടിത്തുമ്പിൽ, പിന്നെ അവൻ്റെ കഴുത്തിൽ എന്നിങ്ങനെ ഉമ്മ വച്ചു. നച്ചൂട്ടാ, അവൻ കൊഞ്ചലോടെ വിളിച്ചു. അവൾ ചിരിയോടെ അവൻ്റെ ചുണ്ടിനെ മെല്ലെ കടിച്ചെടുത്ത് നുണഞ്ഞു. അവൻ മെല്ലെ കണ്ണുകൾ അടച്ചു പിടിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ പിന്മാറി. അവൻ കണ്ണുകൾ തുറന്നു. അവൻ്റെ കണ്ണുകൾ ചെമ്പരത്തി പൂവല ചുവന്നു പോയിരുന്നു. നച്ചൂട്ടാ, കുറച്ചുകൂടി, അവൻ കൊഞ്ചി. അയ്യടാ, ഇപ്പം ഇത് മതി. വർക്കിൽ ശ്രദ്ധിച്ചേ. ഞാൻ ദോ ഇവിടെ ദേവേട്ടൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാകും. അവൾ ചിരിയോടെ അവൻ്റെ മുന്നിലെ ചേർലിരുന്നു. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. ദേവേട്ടാ, നീ ഇങ്ങനെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും കഴിയില്ല നച്ചു. എനിക്ക് മറ്റൊന്നിനും കഴിയില്ല നച്ചു. അവൻ്റെ നോട്ടത്തിൽ തന്നെ അവൾ പൂത്തുലഞ്ഞു. അവൾ പെട്ടെന്ന് മുഖം പൊത്തി. നച്ചു, ഇല്ല, ഞാൻ കൈ മാറ്റണേ. ദേവേട്ടൻ വർക്ക് തുടങ്ങണം. ഓക്കെ ഓക്കെ, എൻ്റെ കുഞ്ഞൻ കൈമാറ്റിക്കോ. അവൻ ചിരിയോടെ ലാപ്ടോപ്പ് തുറന്നു. അത് ഒളിഞ്ഞു കണ്ടതും അവൾ മുഖത്തു നിന്നും കൈമാറ്റി. അഗ്നി മെയിൽ ചെക്ക് ചെയ്തു. ഒരു മെയിൽ അവൻ്റെ കണ്ണുടക്കി. അവൻ്റെ മുഖം പെട്ടെന്ന് മാറി. ഫ്രം അൺനോൺ, സബ്ജക്റ്റ് ഗെയിം ഓൺ. അഗ്നി മെയിൽ തുറന്നു. അകത്തൊരു ഫോട്ടോ. വിക്രാന്ത് ജയിൽ സെല്ലിൽ നിന്ന് ചിരിക്കുന്ന ഫോട്ടോ. താഴെ ഒരു ലൈൻ. ഐ ടോൾഡ് യു ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഐ ആം കമ്മിങ് ഫോർ യു ആൻഡ് ഫോർ ഹെർ. അഗ്നിയുടെ കൈ മുറുകി. ലാപ്ടോപ്പ് സ്ക്രീനിൽ വിരലമർന്നു. നച്ചു പെട്ടെന്ന് അവനെ നോക്കി. ദേവേട്ടാ, എന്താ എന്താ പറ്റിയത്? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അഗ്നി പെട്ടെന്ന് ചിരിച്ചു. ഒന്നുമില്ല നച്ചു, ഓഫീസ് മെയിലാണ്, അതിൻ്റെ ഒരു ടെൻഷൻ, അല്ലാതൊന്നുമില്ല. ഞാനൊരു കോൾ ചെയ്യട്ടെ. അവൻ ലാപ്ടോപ്പ് അടച്ച് മെല്ലെ എണീറ്റ് കുറച്ചു മാറി നിന്നു. വിക്രമിനെ വിളിച്ചു. വിക്രം, ജയിലിൽ വിക്രാന്തിനെ കാണാൻ ആരൊക്കെ വന്നു എന്ന ലിസ്റ്റ് എടുക്ക്. അവൻ്റെ ലോയർ, അവൻ്റെ ഫാമിലി, എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇപ്പം തന്നെ വേണം, ഇമ്മീഡിയറ്റ്ലി. യെസ് ബോസ്, ഡൺ. അഗ്നി ഫോൺ വെച്ച് നച്ചുവിനെ നോക്കി. അവൾ ടേബിൾ കിടന്ന മാഗസിൻ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ അവളുടെ കണ്ണിടയ്ക്കിടെ അവനിലേക്ക് വരുന്നു. നച്ചു, നിന്നെ ഈ ലോകത്ത് ആരും തൊടില്ല, എൻ്റെ ജീവനുള്ളിടത്തോളം, അഗ്നി മനസ്സിൽ പറഞ്ഞു. വിക്രാന്ത്, അവൻ്റെ പിന്നിൽ ആരായാലും ഞാൻ കണ്ടുപിടിക്കും. അവസാനിപ്പിക്കും ഈ കളി, എൻ്റെ റൂളിൽ, എൻ്റെ സ്റ്റൈലിൽ. പുറത്ത് മുംബൈ നഗരത്തിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ബൈനോക്കുലേഴ്സുമായി ഒരാൾ അഗ്നിയുടെ ഓഫീസിൽ നോക്കി നിൽക്കുന്നു. ചുണ്ടിൽ ക്രൂരമായ ചിരി. അഗ്നിദേവ്, എൻജോയ് യുവർ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് വിത്ത് ഹെർ. സൂൺ ഷീ വിൽ ബി മൈൻ ആൻഡ് യു വിൽ ബി ഡെഡ്.